11 വർഷങ്ങൾക്ക് മുൻപ് കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു പിതാവ് അപ്രതീക്ഷിതമായ ഒരു മരണത്തിന് കീഴടങ്ങി. അതിനുശേഷം ആകെയുള്ള ആൺതരിയായ ഷെരീഫ് എന്ന ചെറുപ്പക്കാരൻ പഠിച്ചു. വാപ്പക്ക് ഉപേക്ഷിച്ചല്ലെങ്കിൽ വാപ്പ ഉപേക്ഷിച്ച ജോലിയിൽ അദ്ദേഹം തിരിച്ചു കയറി. ആ ജോലിയിൽ അദ്ദേഹം കയറിയിട്ട് മാസങ്ങളായിട്ടേയുള്ളൂ. ഈ പുതിയ അധ്യയന വർഷത്തിന്റെ 2ാമത്തെ ദിവസം നരിക്കുനിക്കടുത്തുള്ള പാറന്നൂര് എന്ന നാട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ ബാലുശ്ശേരിയിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബാഗിൽ ആ പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പറക്കമുറ്റാത്ത 3 പൈതൽ മക്കളെ അദ്ദേഹം സ്കൂളിലേക്കും മദ്രസയിലേക്കും ചേർത്തതിന് ശേഷമാണ് സ്കൂളിലേക്ക് അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. യാത്രയാക്കാൻ വന്ന ഉമ്മയോടും ഭാര്യയോടും സലാം പറഞ്ഞ് ഒരു റെയിൻകോട്ട് എടുത്ത് ശരീരത്തിലിട്ട് അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനത്തിൽ അദ്ദേഹം ഏകദേശം നന്മണ്ട 13ന്റെ അടുത്തുള്ള അരയന്നപ്പൊയിൽ അമ്പലപ്പൊയിൽ എന്ന പ്രദേശത്തെ റോഡ് സൈഡിലേക്ക് എത്തി. ഒരു സെക്കൻഡിന്റെ 100ൽ1 അദ്ദേഹം യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ മുകളിലേക്ക് ഒരു മരം അടർന്നു വീഴുകയും തലയിലുള്ള ഹെൽമറ്റ് പൊട്ടി ചെവിയിലൂടെ പമ്പ് ചെയ്യുന്ന രീതിയിൽ രക്തം തെറിച്ച് നിമിഷ നേരം കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ റോഡരികിൽ മരണപ്പെട്ടു വീണു. ഒരു സെക്കൻഡിന്റെ 100ൽ1 അദ്ദേഹം ഒന്ന് വൈകുകയോ ഒരല്പം ധൃതിപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ, തൊട്ടു മുൻപിലുള്ള കാറിനെ മറികടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നരിക്കുനിയിലെ ജംഗ്ഷനിലുണ്ടായ തിരക്കൊരൽപ്പം നീണ്ടുപോയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നെങ്കിലും വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ